ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞറിവിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. SSLC പരീക്ഷ എഴുതിയ നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ എല്ലാം സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഡിജി ലോക്കർ എന്നുള്ള വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള ഐ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് കിട്ടും, വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു ഡിജി ലോക്കർ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷന് ഒരുപാട് മറ്റ് യൂസസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ട് പറയാം. ഇതിൽ എന്താണ് ഡിജി ലോക്കർ, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ വാലിഡിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബേസിക്സ് മുതൽ തുടങ്ങാം. എന്താണ് ഈ ഡിജി ലോക്കർ? ഡിജി ലോക്കർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT ഡെവലപ്പ് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവാണ് ഡിജി ലോക്കർ. ഡിജി ലോക്കർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇനിഷ്യേറ്റീവാണ്. ഇനി എന്താണ് ഇതിൽ ഈ ഡിജി ലോക്കർ കൊണ്ടുള്ള യൂസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ഡിജിറ്റലി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഡിജി ലോക്കർ. ഇപ്പോൾ ഒരു കൊച്ചു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ വാലറ്റ് അല്ലെങ്കിൽ പേഴ്സ് നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കാറുണ്ട്. ഈ പേഴ്സിനുള്ളിലാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, വോട്ടേഴ്സ് ID ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് അല്ലേ. ഇത്തരത്തിൽ കയ്യിൽ കൊണ്ട് നടക്കുന്നതിന് പകരം ഡിജിറ്റലായി കൊണ്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിലോ അല്ലെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡിജിറ്റലായി ഇതേ രേഖകളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വാലിഡ് ആയിട്ടുള്ള ഗവൺമെൻറ് അപ്രൂവഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഡിജി ലോക്കർ. ഇനി ഡിജി ലോക്കറിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ച് സംശയമുള്ളവർക്കായിട്ട് ഡിജി ലോക്കറിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിക്കാം. ഡിജി ലോക്കറിൻ്റെ അബൌട്ട് സെക്ഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇതിലെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഈ ഡിജി ലോക്കർ വഴി ഇഷ്യൂ ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സിന് തുല്യമാണ്, അല്ലെന്നുണ്ടെങ്കിൽ സെയിം വാല്യൂ ഉള്ളതാണ്. അതുപോലെ തന്നെ പരിശോധനകൾക്ക് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാമെന്നും അത് വാലിഡ് ആണെന്നും ഉള്ള കാര്യങ്ങൾ ഇതിൻ്റെ അബൌട്ട് സെക്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ സ്റ്റേറ്റ്സിലും ബാധകമാണ്. ഫോർ എക്സാമ്പിൾ ചില യൂസസിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഫിസിക്കൽ കോപ്പി കയ്യിലില്ല എന്നുണ്ടെങ്കിലും ഡിജി ലോക്കറിലുള്ള കോപ്പി കാണിച്ചാൽ വെഹിക്കിൾ ചെക്കിങ്ങിന് ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് സർക്കുലർ ഓൾറെഡി മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റ്സിലെയും ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും റെഫർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ ഈ ഡിജി ലോക്കർ വഴി എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സേവനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് യൂണിവേഴ്സിറ്റീസ്, ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസോ ബോർഡ്സോ എക്സാം നടത്തിക്കുന്ന ബോർഡ്സോ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വഴിയുള്ള സർട്ടിഫിക്കറ്റ്സ്, ഒരു എക്സാമ്പിൾ തന്നെ നമ്മുടെ ഇന്നലത്തെ SSLCയുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ CBSE ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സർട്ടിഫിക്കറ്റ്, ഇതുപോലെയുള്ള എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി രണ്ടാമതൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ PSCയുടെ, നമ്മുടെ കേരള PSCയുടെ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതും നമുക്ക് ഡിജിറ്റലി ഇതിൽ ഇഷ്യൂഡായി കിട്ടും. മറ്റൊരു യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലുള്ളതുപോലെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമല്ല RC ബുക്കും നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് മിക്കപ്പോഴും നമുക്ക് ഫൈൻ അടിക്കാൻ ചാൻസ് ഉള്ള ഒരു രണ്ട് കാര്യമാണ് ഈ ലൈസൻസും RC ബുക്കും ഒക്കെ എടുക്കാണ്ട് പോകുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സ് വീട്ടിൽ വെച്ചിട്ട് പോകുന്നത് കൊണ്ട് നമ്മുടെ ലൈസൻസ് ഒന്നും കയ്യിലില്ലാതിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിജി ലോക്കറിൽ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക് മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ഡോക്യുമെൻറ്റും നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. മേജറായിട്ടുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഇതിൽ ഓൾറെഡി ടൈഡപ്പ് ആണ്. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ SBIയുടെ ഇൻഷുറൻസ്, ഓറിയൻ്റൽ ഇൻഷുറൻസ്, അതുപോലെ ബജാജ് ലയൻസിൻ്റെ ഇൻഷുറൻസ്, ICICI പ്രൊഡൻഷ്യലിൻ്റെ ഇൻഷുറൻസ്, ഇത്തരത്തിലുള്ള മേജർ ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം ഇവരുമായിട്ട് ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിജിറ്റലി ഈ ഒരു ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഡിജി ലോക്കറിൽ ഇഷ്യൂ ചെയ്ത് കിട്ടും. ഇത് കൂടാതെ മറ്റെന്തെല്ലാം സേവനങ്ങൾ നമുക്ക് ലഭ്യമാകും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിൽ പോകുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻസ് കാണാൻ പറ്റും. ഒന്നിൽ സെൻട്രൽ ഗവൺമെൻറ് സർവീസസ് എന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് സർവീസസ് എന്നും എഡ്യൂക്കേഷണൽ, ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ്, ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം സ്റ്റേറ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരള സ്റ്റേറ്റിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് കീഴിൽ വരുന്ന
നേരത്തെ പറഞ്ഞതുപോലെ SSLC അതായത് സ്റ്റേറ്റ് ബോർഡ് എക്സാമിനേഷൻ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ PSCയുടെ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ വില്ലേജിൽ നിന്ന് കിട്ടുന്ന പല സർട്ടിഫിക്കറ്റ്സ്, അതിൻ്റെ ഒറിജിനലിൻ്റെ ഡിജിറ്റൽ വേർഷൻ, ഡിജിറ്റലി സൈൻഡ് വേർഷൻ, ഇവയൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അല്ലാന്നുണ്ടെങ്കിൽ ഡിജിലോക്കറിൻ്റെ വെബ്സൈറ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ നമുക്കിതിൽ അവൈൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഇത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക നമ്മുടെ വെബ്സൈറ്റിലോ, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ കൺവീനിയൻ്റ് എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെയാണ്. നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇതെല്ലാം ആഡ് ചെയ്യാനും, ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. ഒന്നുകിൽ അവർക്ക് ഇതിലുള്ള ആ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ഒരു QR കോഡ് ഉണ്ടാകും. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടും ഇതിൻ്റെ വെരിഫിക്കേഷൻ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഡിജിലോക്കറിൽ എങ്ങനെയാണ് നമ്മൾ ഡോക്യുമെന്റ്സ് ലഭിക്കുക എന്ന് നോക്കണ്ടേ? ആദ്യമേ തന്നെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ട് വേണം ഡിജിലോക്കറിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടാണ് ഈ സേവനങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ട് എൻ്റെ ആധാറിലെ നെയിം മാച്ച് ചെയ്യുന്ന റെക്കോർഡ്സ് മാത്രമാണ് നമുക്ക് എൻ്റെ ഡിജിലോക്കറിൽ കാണാൻ സാധിക്കുന്നത്. സോ നമ്മുടെ ആധാറും മൊബൈൽ നമ്പറും വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിജിലോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസ്പെക്റ്റീവ് ആ ഒരു ഗവൺമെൻറ് ഏതാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇപ്പോൾ കേരള ആണെന്നുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കുക. അതിൽ പോയി നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഓപ്ഷൻ എടുക്കുക. ഇവിടെ ചെന്നിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും അതുപോലെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൻ്റെയും. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽ ആണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മുടെ ആധാറിൽ നിന്ന് എടുക്കുന്ന ഡീറ്റെയിൽസ് വരും, പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് വരും. ഇത് കൂടാണ്ട് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് ആക്സെപ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു കോപ്പി അല്ലെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ കോപ്പി ഇതിൽ ആഡ് ആവും. ഈ വൺസ് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം പേജിൽ നടുവിലായിട്ടൊരു ബട്ടൺ ഉണ്ട്, ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ചെന്നിട്ടോ, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഇടതുവശത്തായിട്ട് മെനു ബട്ടൺ ഉണ്ട്, അവിടെ പോയി ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഇതുപോലെ ആഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ ഉണ്ടാവും. അതിന് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ആവട്ടെ, RC ബുക്ക് ആവട്ടെ, ഇൻഷുറൻസ് ആവട്ടെ, ആധാർ കാർഡ് ആവട്ടെ, ഇവയെല്ലാം നമുക്ക് ഒറ്റ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ നിൽക്കും. ഇത് വാലിഡ് ആണ്, നമുക്ക് വെരിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു കുഞ്ഞ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.